ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം. ഇന്നൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്രീം ചീസ് പുഡിംഗ് ആണ്, അതായത് സ്ട്രോബെറി ക്രീം ചീസ് പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി കുറച്ച് സ്ട്രോബെറീസ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ട്രോബെറി എടുക്കുക. എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് അരച്ചെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്ത് അതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് കുറുകി വരുന്ന വരെ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് ചൂടാറാനും മാറ്റി വെക്കാം കേട്ടോ. അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 2 പാക്കറ്റ്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉപയോഗിക്കാം. അതിലോട്ട് ഒരു 1/2 കപ്പ് ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഒരു പുട്ടുപൊടിക്ക് നനക്കണ രീതിക്ക് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ബട്ടറിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ, ഒരു 1/4 കപ്പാണ് വേണ്ടി വന്നുള്ളൂ. അത് നമുക്ക് ചേർക്കുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞ് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഏത് പുഡിങ് പാത്രമാണ് ഉപയോഗിക്കുന്നത് അതിലോട്ട് ബിസ്ക്കറ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 പാത്രത്തിലായി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടുള്ള സെക്കൻഡ് ലെയർ തയ്യാറാക്കുക. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം സ്റ്റിഫായി കിട്ടണ വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടൊരു 1 കപ്പ് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്പ്രെഡബിൾ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രീം ചീസൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സ്ട്രോബെറിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചല്ലോ, ആ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒക്കെ ഒന്ന് നന്നായി കമ്പൈൻ ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് ബീറ്ററിൻ്റെ തന്നെ ആവശ്യമൊന്നുമില്ല, ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിലും ചെയ്യാം കേട്ടോ. അങ്ങനെ സ്ട്രോബെറിയുടെ മിക്സൊക്കെ നന്നായി കമ്പൈനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമിലോട്ട് ഈ മിക്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. സ്ട്രോബെറിയും ക്രീം ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ പുഡിങ് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് പുഡിങ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചല്ലോ ബിസ്ക്കറ്റിൻ്റെ മിക്സ്, അതിലോട്ട് ഈ കൂട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ 2 പാത്രത്തിലും ഈ കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പാത്രത്തിലും സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് മേലേക്കുള്ള ടോപ്പിങ്സ് തയ്യാറാക്കാം. അതൊന്നുമില്ല പണി, കുറച്ച് സ്ട്രോബെറീസ് എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ.
അത് കുറുകി വരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് അത് ചൂടാറാൻ മാറ്റി വെക്കണം. ചൂടാറിയിട്ട് വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തണുപ്പിച്ച കൂട്ടിലോട്ട് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടിയിട്ട് ഇടാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ സ്ട്രോബെറിയുടെ മിക്സൊക്കെ മേലെ വെച്ച് കൊടുക്കുക. എനിക്കൊരു പാത്രത്തിലേക്കുള്ളതാ തികഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സ്ട്രോബെറീസിൻ്റെ മിക്സ് ഞാൻ ഒരു പാത്രത്തിൽ മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ചുണ്ടായിരുന്നത് രണ്ടാമത്തെ പാത്രത്തിൽ ഇങ്ങനെ ചെറുതായി ഒന്ന് മേലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് അത് കറക്റ്റ് ടേസ്റ്റോട് കൂടിയിട്ടും ടെക്സ്ചറോട് കൂടിയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈ പുഡിങ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും സ്ട്രോബെറീസും ക്രീം ചീസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ പുഡിങ് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ക്രീം ചീസ് ഇല്ലെങ്കിൽ വെറും വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.